ഹായ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ലീനിയർ ആൾജിബ്രയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി നിൽപ്പൊട്ടൻറ്റ് മെട്രിസസ്, അതുപോലെ ഡയഗണലൈസബിൾ മെട്രിസസ്, ഈ രണ്ട് ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകളും ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം നിൽപ്പൊട്ടൻറ്റ് മെട്രിസസ് എന്താണെന്ന് നോക്കാം. നിൽപ്പൊട്ടൻറ്റ് മെട്രിസസ്: A belongs to Mn of R is said to be nilpotent if A raised to k equal to 0 for some k belongs to n. That is, a square matrix with real entries is said to be nilpotent if that matrix satisfies the condition A raised to k equal to 0 for some natural number k. Then index of nilpotency: the least positive integer k such that A raised to k equal to 0 is called the index of nilpotency. Here k must be less than or equal to the order of the matrix. Then now there is an important result. A is nilpotent implies that determinant of A equal to 0. അതായത് ഒരു മെട്രിക്സ് നിൽപ്പൊട്ടൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. തിരിച്ച് ശരിയാവണം എന്നില്ല. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 ആയ എല്ലാ മെട്രിക്സും നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് ആവണമെന്നില്ല. നെക്സ്റ്റ് വൺ, നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് എ വിത്ത് ഇൻഡെക്സ് കെ. അതായത് ഇൻഡെക്സ് കെ ആയിട്ടുള്ള ഒരു നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് വിത്ത് ഇൻഡെക്സ് കെ ഈസ് എക്സ് റേസ് ടു എൻ. സെക്കൻഡ് വൺ ഈസ് ദ മിനിമൽ പോളിനോമിയൽ ഓഫ് എ നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് വിത്ത് ഇൻഡെക്സ് കെ ഈസ് എക്സ് റേസ് ടു കെ. തേർഡ് വൺ ഈസ് eigen values are 0 with the algebraic multiplicity n. അതായത് ഇൻഡെക്സ് കെ ആയിട്ടുള്ള ഒരു നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എല്ലാം 0 ആയിരിക്കും. അതിൻ്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി n ആയിരിക്കും. നൗ ദർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. എ ഈസ് നിൽപ്പൊട്ടൻറ്റ് ഇഫ് ആൻഡ് ഓൺലി if all ഈഗൻ വാല്യൂസ് ആർ സീറോസ്. അതായത് ഒരു മെട്രിക്സ് നിൽപ്പൊട്ടൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഈഗൻ വാല്യൂസും 0 ആയിരിക്കും. തിരിച്ചും നമുക്ക് പറയാം, ഒരു മെട്രിക്സിൻ്റെ എല്ലാ ഈഗൻ വാല്യൂസും 0 ആണെങ്കിൽ ആ മെട്രിക്സ് ഒരു നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് ആയിരിക്കും. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ മിക്കവരും ചെയ്ത് തെറ്റിക്കുന്ന ഒരു പ്രോബ്ലമാണിത്. കൂടുതൽ ആൾക്കാരും ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 ആവുന്ന മെട്രിക്സ് ഏതാണെന്ന് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 ആയ എല്ലാ മെട്രിക്സും നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് ആവണം എന്നില്ല. സോ നമ്മളിവിടെ ലാസ്റ്റ് പറഞ്ഞ റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് എ മെട്രിക്സ് ഈസ് നിൽപ്പൊട്ടൻറ്റ് ഇഫ് ആൻഡ് ഓൺലി if all ഈഗൻ വാല്യൂസ് ആർ 0. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ മെട്രിക്സിൻ്റെയും ഈഗൻ വാല്യൂസ് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഈഗൻ വാല്യൂസും 0 ആയ മെട്രിക്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ നോർമലി ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ മെട്രിസസ് ആണ്. അപ്പോൾ ട്രയാങ്കുലർ മെട്രിസസിൻ്റെ ഈഗൻ വാല്യൂസ് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് eigen values of a triangular matrix are the diagonal elements of the matrix. അതായത് ഒരു ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് തന്നെയായിരിക്കും. സോ ഇവിടെ ആദ്യത്തെ 1, 2 അതുപോലെ തന്നെ 4 ഓപ്ഷൻസ് ഇവിടെ ട്രയാങ്കുലർ മെട്രിസസ് ആണ്. സോ നമുക്ക് ആദ്യം ഈ 3 മെട്രിസസിൻ്റെ ഈഗൻ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എൻട്രീസ് തന്നെ. അപ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നത്? 0, 0, 1. അപ്പോൾ ഇവിടെ ഒരു നോൺ സീറോ ഈഗൻ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് നിൽപ്പൊട്ടൻ്റ് മെട്രിക്സ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ അതും ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ അവിടുത്തെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 1, 1, 0. ഇവിടെയും നോൺ സീറോ ഈഗൻ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതും എന്തല്ല, ഒരു നിൽപ്പൊട്ടൻറ്റ് മെട്രിക്സ് അല്ല. ഇവിടെ ഫോർത്ത് ഓപ്ഷൻ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഈഗൻ വാല്യൂ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസ് ആണ്. സോ ഇവിടെ വരുന്നത് 0, 0, 0. എല്ലാ ഈഗൻ വാല്യൂസും 0 ആണ്. സോ
ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഒരു നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആണ്. ഇനി നമുക്കിവിടെ തേർഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഒരു ആൻസർ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ഡി ഇവിടെ ട്രൂ ആണ്. സി എന്ന് പറയുന്ന ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈഗൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നിൽപോട്ടൻറ്റ് മെട്രിക്സ്? ഇവിടെയും 4 ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ ചോദിച്ച അതേ പ്രോബ്ലം തന്നെയാണ്, ഓപ്ഷൻസ് ആണ് ചെറിയ വ്യത്യാസം വരുന്നത്. 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 3 ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ മെട്രിസസ് ആണ്. സോ അതിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഈഗൻ വാല്യൂസ് 0 വരുന്ന മെട്രിക്സ് ആണ് ആക്ച്വലി നിൽപോട്ടൻറ്റ് മെട്രിക്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വണ്ണിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 1 ആണ്. അതെല്ലാം എന്താണ്, നോൺ സീറോ ആണ്. സോ ഫസ്റ്റ് വൺ നിൽപോട്ടൻറ്റ് മെട്രിക്സ് അല്ല എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് വൺ അതും ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഈഗൻ വാല്യൂസ് 0, 0, 0. എല്ലാ ഈഗൻ വാല്യൂസും 0 ആണ്. സോ ഇതൊരു നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആണ്. ഇനി തേർഡ് ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1, 1, 0 ആണ്. അവിടെയും നോൺ സീറോ ഈഗൻ വാല്യൂസ് വരുന്നുണ്ട്. സോ ഓപ്ഷൻ സി നിൽപോട്ടൻ്റ് അല്ല. ഇനി ഫോർത്ത് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഈഗൻ വാല്യൂസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൽ. സോ ഇവിടെ നമുക്ക് ബി ഓപ്ഷൻ ഓൾറെഡി ട്രൂ ആണെന്ന് കിട്ടി, അതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് കിട്ടി. പിന്നെ നമുക്ക് ഡി ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഹിയർ ബി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ നെക്സ്റ്റ് പ്രോബ്ലം. Which of the following is an eigenvalue of the matrix 1, 2, 3, 4, 0, 1, 2, 3, 0, 0, 4, 5, 0, 0, 0, 6? The options are 0, 1, 2, 3. ഇത് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്ന മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് ഇതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈഗൻ വാല്യൂസ് എഴുതാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്നില്ല, കാരണം the given matrix is a triangular matrix. So the eigenvalues are, what are the eigenvalues here? 1, 1, 4, 6. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ വരുന്നത് ഏതാണ്? 1 ഈഗൻ വാല്യൂ, ബാക്കി ഒരു ഓപ്ഷനും ഈഗൻ വാല്യൂ അല്ല. സോ ഹിയർ the answer is option B. The next problem. Let A be a 5x5 nilpotent matrix. Which of the following is necessarily true of A? Options: A is invertible, 0 is the only eigenvalue of A, at least one row of A has all entries 0, all diagonal entries of A are 0. ഇത് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു 5x5 നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആണ്. സോ അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നെസസറിലി ട്രൂ ഓഫ് എ? ഈ എ എന്ന് പറയുന്ന നിൽപോട്ടൻറ്റ് മെട്രിക്സിനെ സംബന്ധിച്ച് കറക്റ്റായ കാര്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. എ ഈസ് ഇൻവേർട്ടിബിൾ. ഇവിടെ നമുക്കറിയാം ഒരു നിൽപോട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ ഓഫ് കോഴ്സ് എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ അല്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ ഫോൾസ് ആണ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ 0 ഈസ് ദ ഓൺലി ഈഗൻ വാല്യൂ ഓഫ് എ. നമുക്കറിയാം ഒരു നിൽപോട്ടൻറ്റ് മെട്രിക്സിൻ്റെ എല്ലാ ഈഗൻ വാല്യൂസും 0 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 0 ഈസ് ദ ഓൺലി ഈഗൻ വാല്യൂ ഓഫ് എ. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമുക്കിനി ബാക്കി രണ്ടെണ്ണം ചെക്ക് ചെയ്യണം എന്നില്ല, ഓൾറെഡി ഒരു ഓപ്ഷൻ കിട്ടി. എന്നാലും അറ്റ്ലീസ്റ്റ് വൺ റോ ഓഫ് എ ഹാസ് ഓൾ എൻട്രി 0. തേർഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു എൻട്രി 0 ആയതുകൊണ്ട് ആ മെട്രിക്സ് നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആവണം എന്നില്ല. അതുപോലെ തന്നെ ഓൾ ഡയഗണൽ എൻട്രീസ് ഓഫ് എ ആർ 0. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയ ഒരു മെട്രിക്സിന് നിൽപോട്ടൻറ്റ് മെട്രിക്സ് ആവണം എന്നില്ല. ട്രയാങ്കുലർ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും, പക്ഷേ എല്ലാ നിൽപോട്ടൻറ്റ് മെട്രിക്സും ട്രയാങ്കുലർ മെട്രിക്സ് ആവണം എന്നില്ലല്ലോ. സോ ഫോർത്ത് ഓപ്ഷനും ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ നെക്സ്റ്റ് പ്രോബ്ലം. Let A be a 3x3 matrix which is nilpotent. Then which of the following is not true of A?
the rank of A is less than 3, A is invertible, 0 is an eigenvalue of A, determinant of A equal to 0. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു 3/3 നിൽപൊട്ടൻ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ നിൽപൊട്ടൻ മെട്രിക്സിനെ സംബന്ധിച്ച് തെറ്റായ കാര്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0, തേർഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ശരിയാണ്. കാരണം ഒരു നിൽപൊട്ടൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും 0 ആയിരിക്കും. 0 ഈസ് എൻ ഈഗൻ വാല്യൂ ഓഫ് എ, അതും കറക്റ്റാണ്. നിൽപൊട്ടൻ മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എല്ലാം 0 ആണ്. ഇനി എ ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആണ് നിൽപൊട്ടൻ മെട്രിക്സിൻ്റെ. സോ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തല്ല, ഇവിടെ ഇൻവേർട്ടിബിൾ അല്ല. സോ ദിസ് ഓപ്ഷൻ ഈസ് ഫോൾസ്. അതായത് ഫോൾസ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നിൽപൊട്ടൻ മെട്രിക്സിനെ സംബന്ധിച്ച് തെറ്റായ ഒരു കാര്യമാണ് അത് എ ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. പിന്നെ ഫസ്റ്റ് വൺ അത് ട്രൂ ആണ്. ദ റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ 3. Next question. Let A be a 3/3 invertible matrix such that A cube minus A equal to 0. Then A inverse equal to options A plus I, that actually A plus I ആണ്, A minus I, option D A square minus I. അപ്പോൾ ഇതൊക്കെ I ആണ്, A plus I, A minus I. Then solutions. ഇവിടെ a cube minus a equal to 0 implies that a cube equal to a. So we can write it as a square equal to I. This is not a, this is I. A square equal to I. That is equal to, which implies a square equal to a inverse. So we can write a equal to a inverse. So ഇവിടെ we can get a inverse equal to a. So here a is the correct answer. Option A is the correct answer. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിൽപൊട്ടൻ മെട്രിക്സസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡയഗണലൈസബിൾ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഡയഗണലൈസബിൾ മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് കോൾഡ് ഡയഗണലൈസബിൾ ഇഫ് ദർ എക്സിസ്റ്റ് an invertible matrix P and a diagonal matrix D such that P inverse AP equal to D, or equivalently A equal to PD P inverse. This is the definition for a diagonalizable matrix. Then now there is an important result. For a finite dimensional vector space V, a linear map T from V to V is called diagonalizable if there exists an ordered basis of V consisting of all eigenvectors of T. These definitions are equivalent if T has a matrix representation A equal to PD P inverse as above. അതായത് ഇവിടെ ഒരു ലീനിയർ മാപ്പ് ഡയഗണലൈസബിൾ ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ദർ എക്സിസ്റ്റ് an ordered basis of V consisting of eigenvectors of T. Now conditions for diagonalizability. A is diagonalizable if and only if minimal polynomial of A is a product of linear factors. അതായത് ഇവിടെ നമുക്ക് ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആക്ച്വലി മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ലീനിയർ ഫാക്ടേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. തിരിച്ചും നമുക്ക് പറയാം, എ ഡയഗണലൈസബിൾ ആണെങ്കിൽ മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ലീനിയർ ഫാക്ടേഴ്സ് ആയിരിക്കും. തിരിച്ച് ഒരു മെട്രിക്സിൻ്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ, algebraic multiplicity of x is equal to geometric multiplicity of x for all eigenvalues of values x of a if and only if a is diagonalizable. അതായത് ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിൻ്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും ഈക്വൽ ആയിരിക്കും. ആ മെട്രിക്സിൻ്റെ എല്ലാ ഈഗൻ വാല്യൂസിൻ്റെയും ഓൾജിബ്രൈക് ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ആയിരിക്കും. തിരിച്ച് ഒരു മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസിൻ്റെ എല്ലാം ഓൾജിബ്രൈക് ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. Now sufficient condition for diagonalizability, all eigenvalues of A are distinct implies that A is diagonalizable. അതായത് ഒരു മെട്രിക്സിൻ്റെ എല്ലാ ഈഗൻ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. തിരിച്ച് ശരിയാവണമെന്നില്ല. ഡയഗണലൈസബിൾ ആണെങ്കിൽ ഈഗൻ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല.
സോ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയഗണലൈസബിൾ മെട്രിക്സ്. ഇപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡയഗണലൈസബിൾ മെട്രിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. ആദ്യത്തെ 1, 2, 3, 4 ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഏത് റിസൾട്ട് യൂസ് ചെയ്താൽ മതി. ഏഗൻ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്ന മെട്രിസസ് എല്ലാം ട്രയാങ്കുലർ മെട്രിസസ് ആണ്. സോ ഇവിടെ ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഏഗൻ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ട്രയാങ്കുലർ മെട്രിസസ് ആയതുകൊണ്ട് ഡയഗണൽ എലമെൻറ്റ്സ് തന്നെയായിരിക്കും ഏഗൻ വാല്യൂസ്. സോ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3. എല്ലാ ഏഗൻ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ അത് ആക്ച്വലി ഡയഗണലൈസബിൾ ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് വൺ ചെക്ക് ചെയ്യാം. 1, 1, 2 ആണ്, ഡിസ്റ്റിങ്ക്റ്റ് അല്ല. നെക്സ്റ്റ് 2, 2, 1 ആണ് വരുന്നത്, അതും ഡിസ്റ്റിങ്ക്റ്റ് അല്ല. നെക്സ്റ്റ് വരുന്നത് 1, 1, 1, അതും ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന ഏഗൻ വാല്യൂസ് ഫസ്റ്റ് മെട്രിക്സിൻ്റെതാണ്. സോ ഹിയർ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം. Which of the following is a non-diagonalizable matrix? ഇവിടെയും 4 ഓപ്ഷൻസ് ഉണ്ട്. ഡയഗണലൈസബിൾ അല്ലാത്ത മെട്രിക്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ നമുക്കതിൻ്റെ ഏഗൻ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 1, 1. അപ്പോൾ ഇത് ഡയഗണലൈസബിൾ അല്ല, ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇത് ഡയഗണലൈസബിൾ അല്ല. സെക്കൻഡ് ഓപ്ഷൻ്റെത് ഏതൊക്കെയാണ്? 1, 2, 3 ആണ് ഏഗൻ വാല്യൂസ് വരുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ അത് ഡയഗണലൈസബിൾ ആണ്. ആൻഡ് തേർഡ് വണ്ണിൻ്റെത് 1, 2, 0. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷനും ഡയഗണലൈസബിൾ മെട്രിക്സ് ആണ്. ഇത് എന്തല്ല? ഡയഗണലൈസബിൾ മെട്രിക്സ് അല്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് ഏഗൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഒരു ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഹിയർ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ഡയഗണലൈസബിൾ മെട്രിക്സ്? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ. ഇതിലും ആദ്യത്തെ 3 ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഏഗൻ വാല്യൂസ് വരുന്നത് 2, 2, 1, ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പോൾ ഇത് ഡയഗണലൈസബിൾ അല്ല. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് നമുക്ക് പറയാം. ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. 1, 2, 3 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഡയഗണലൈസബിൾ ആണ്. ഇവിടെ 2, 1, 3 ആണ് വരുന്നത്, അതും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഡയഗണലൈസബിൾ ആണ്. അപ്പോൾ ആദ്യത്തേതിൻ്റെ ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല. സോ ദിസ് ഇസ് നോട്ട് ഡയഗണലൈസബിൾ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടിയതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട. വേണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let A be an n by n matrix, then determinant of, this is determinant of 5A. Question is determinant of 5A. Determinant of 5A equal to options 5 into determinant of A, option B 5 raised to n into determinant of A, option C 5 square into determinant of A, ഓപ്ഷൻ ഡി n raised to 5 into determinant of A. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇതാണ്. ഇഫ് A is an n by n matrix, then determinant of KA equal to k raised to n into determinant of A. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിനൻ്റ് ഓഫ് 5A. അപ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 5 raised to n into determinant of A ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.